നോക്കാം. അടുത്ത ഫങ്ഷണലിസം, ധർമ്മവാദം. പറഞ്ഞില്ലേ, ഓരോ വാദങ്ങളും ഓരോ സമീപനങ്ങളും വന്നുകൊണ്ടിരുന്നു. കാരണം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് വില്യം വൂണ്ടാണ്. വില്യം വൂണ്ട് പറഞ്ഞു മനസ്സിന്റെ ഘടനകൾക്ക് പ്രാധാന്യം. അപ്പൊ അത് വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. എന്ത് ചെയ്തു? അടുത്ത ഒരാൾ വന്നു, അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്. നമ്മൾ എല്ലാത്തിലും ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കത്തില്ലേ? ഒന്ന് ചെയ്യുമ്പം അതല്ല, അതിലെന്തോ പോരായ്മയുണ്ട് എന്നും കൂടി വിലയിരുത്തും. നമ്മുടെ ഓരോ വിദ്യാഭ്യാസ നിയമങ്ങളൊക്കെ വന്ന അങ്ങനെയല്ലേ? വിദ്യാഭ്യാസ കമ്മീഷനൊക്കെ ഓരോ ശുപാർശ ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ സ്ട്രക്ചറലിസമാണ് ശരിയെങ്കിൽ പിന്നെ അത് അവിടെ തീർന്നു, പഠിക്കേണ്ടതായിട്ട് ഒന്നും വരില്ലായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് പഠിക്കേണ്ടി വന്നത്. നോക്കാം, ധർമ്മവാദം, ഫങ്ഷണലിസം. ഇവിടെ നോക്കെ, മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. എന്താണ് ഫങ്ഷൻ? മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി. വില്യം ജെയിംസ് ആണ് മുഖ്യ പ്രചാരകൻ. വില്യം ജെയിംസ് ആണ്. തന്നിരിക്കുന്നവയിൽ ധർമ്മവാദത്തിൽ ഉൾപ്പെട്ടവരാര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ജോൺ ഡൂയി, R.S. വുഡ്സ്വർത്ത്, ഹ്യൂഗോ മൺസ്റ്റൻബെർഗ് വ്യാവസായിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്. ഫാദർ ഓഫ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വ്യാവസായിക മനഃശാസ്ത്രത്തിന്റെ പിതാവായ ആരും ഹ്യൂഗോ മൺസ്റ്റൻബെർഗും ജോൺ ഡൂയിയും R.S. വുഡ്സ്വർത്ത്. ഈ പേരുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ജോൺ ഡൂയി, R.S. വുഡ്സ്വർത്ത്, ഹ്യൂഗോ മൺസ്റ്റൻബെർഗ്. ഇവരൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ധർമ്മവാദികളാണ്. മുഖ്യ പ്രചാരകൻ ആര് തന്നെയാണ്? വില്യം ജെയിംസ് ആണ്. എന്തിനാണ് ഇമ്പോർട്ടന്റ്? ഘടനാവാദികൾ, സ്ട്രക്ചറലിസ്റ്റുകൾ മനസ്സിന്റെ ഘടനകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ ഇവിടെ എന്തിനു കൊടുത്തു? മനസ്സിന്റെ ഫങ്ഷൻസിന്, പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ ഈ സിദ്ധാന്തം പ്രാവർത്തികമാക്കിയത്, അതങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്, ജോൺ ഡൂയി ആണ്. കാരണം നമ്മൾ വില്യം ജെയിംസ് എഴുതി വെക്കും. ഈ 4 പേരുടെ പേരും കാണും. ജോൺ ഡൂയി, വുഡ്വർത്ത്, ഹ്യൂഗോ മൺസ്റ്റൻബെർഗ്, വില്യം ജെയിംസ് അല്ലെ? അപ്പൊ എന്തായിരിക്കാം? വിദ്യാഭ്യാസ മേഖലയിൽ ധർമ്മവാദ സിദ്ധാന്തങ്ങൾ പ്രാവർത്തികമാക്കിയത് അല്ലെങ്കിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, ശക്തമാക്കിയത് എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്? ജോൺ ഡൂയി ആണ്. പക്ഷേ ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ വില്യം ജെയിംസ് ആണ്. മുഖ്യ പ്രചാരകൻ വില്യം ജെയിംസ് ആണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രാവർത്തികമാക്കിയത് ജോൺ ഡൂയി ആണ്. ജോൺ ഡൂയിയെ കൂടാതെ R.S. വുഡ്സ്വർത്തും ഹ്യൂഗോ മൺസ്റ്റൻബെർഗും ഒക്കെ എന്താണ്? പ്രധാനപ്പെട്ട ധർമ്മവാദികളാണ്. മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്കാണ് എന്ത് ചെയ്തത്? ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇനി ഇതിലെ ധർമ്മവാദത്തിന് 4 ഘട്ടങ്ങളുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്. KTETനും അതിന്റെ ക്രമം തെറ്റിച്ച് തന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? നേരെ ചൊവ്വയാക്കാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നു. കാരണം 4 ഘട്ടങ്ങളുണ്ട്. ഇപ്പം 4 ഘട്ടങ്ങൾ എന്ത് ചെയ്യും? 4 ആയിട്ട് തരും. ഇങ്ങനെ ശരിയായിട്ടൊരു ഓപ്ഷൻ അല്ലെ, റിവേഴ്സ് തരാം, ഇത് ഡിസോർഡർ തരാം. ഓർത്തിരിക്കണം, ഇത് നോക്കിയാൽ കിട്ടും. കാരണം 1-ാമത്തെ ചിലപ്പോൾ നമുക്ക് കിട്ടും, 2ഉം 3ഉം ഒക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. 1ഉം 4ഉം കിട്ടും എന്നൊക്കെ എന്തൊക്കെയാണ്? അതായത് ധർമ്മവാദത്തിലെ, ഫങ്ഷണലിസത്തിലെ എന്താണ് ഒരു ഘട്ടങ്ങളാണ് പറയുന്നത്? പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം. മനസ്സിലായി? ഏതൊക്കെയാണ്? ആദ്യം ലേൺ ചെയ്യണം, പഠിക്കണം, ലേണിംഗ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഓർമ്മയെ സൂക്ഷിക്കണം, മെമ്മറിയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം. പിന്നെ പ്രചോദനം, മോട്ടിവേഷൻ അല്ല, അവിടെ ഇൻസ്പിറേഷൻ വേണം അല്ലെ? മോട്ടിവേഷന്റെ ഒരു വേറൊരു രീതിക്ക് പറയാം, ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം നമുക്ക് വേണം, ചെയ്യാനുള്ളത് ഇത് വേണം. പ്രശ്ന അപഗ്രഥനം. ചില സമയത്ത് ഒരു പക്ഷേ ഈ പ്രചോദനം എന്നല്ലെങ്കിൽ മോട്ടിവേഷൻ, അഭിപ്രേരണ എന്നായിരിക്കും. അത് ഓപ്ഷൻ നോക്കണം കേട്ടോ. പ്രചോദനം ഉണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കാരണം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പം പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം. അല്ലാതെ ആദ്യമേ മോട്ടിവേഷൻ ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് ചിന്തിക്കും, മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് പഠിക്കേണ്ടത്. ആദ്യം പഠിക്കുക, ലേണിംഗ്, മെമ്മറി, ഓർമ്മ, പ്രചോദനം, ഇൻസ്പിറേഷൻ, 4-ാമത്തെ കിട്ടുന്ന പ്രോബ്ലം സോൾവിങ്, പ്രശ്നാപഗ്രഥനം. ഇതാണ് ഒരു ധർമ്മവാദത്തിന്റെ 4 ഘട്ടങ്ങൾ. ഇത് ഡിസോർഡർ ആയിട്ടൊക്കെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. പിന്നെ ഓക്കെ, ഘടനാവാദികൾ എന്ത് പറഞ്ഞു? മനസ്സിന്റെ ഘടനയ്ക്കാണ് പ്രാധാന്യം. പക്ഷെ വില്യം ജെയിംസ് എന്ത് പറഞ്ഞു? പ്രവർത്തനങ്ങൾക്കാണ് പറയുന്നത്. അത് പറയാൻ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒഴുകുന്ന ജലത്തിലെ കണികകളെ വേർതിരിക്കാനായിട്ട് സാധിക്കുകയില്ല അല്ലെ? നമുക്ക് ജലത്തിനെ ഘടകങ്ങളാക്കാം, H2O എന്നാക്കാം. പക്ഷെ ഒഴുകുന്ന ജലത്തിനെ എന്താക്കാൻ സാധിക്കില്ല? ഘടകങ്ങളാക്കുവാൻ സാധിക്കത്തില്ല. അതുപോലെ മനുഷ്യ മനസ്സിനെയും ഘടകങ്ങളാക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക,
കണികകളാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ആര്? വില്യം ജെയിംസ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്ത് വില്യം വൂണ്ടിന്റെ അഭിപ്രായത്തോട് അദ്ദേഹം എതിർത്തത്. ഒന്ന് ശ്രദ്ധിച്ചോക്കെ, വില്യം വൂണ്ട് കൊണ്ടുവന്ന സ്ട്രക്ചറലിസം ശരിയായിരുന്നുവെങ്കിൽ പിന്നെ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടാകുമോ? ഇല്ല. അതിന് അദ്ദേഹം എന്താ പറഞ്ഞത്? ഒഴുകുന്ന ജലത്തിലെ കണികകളെ, ചോദിച്ചിട്ടുണ്ട് ആരുടെ വാക്കുകളെന്ന്, ഒഴുകുന്ന ജലത്തിലെ കണികകളെ ഘടകങ്ങളാക്കുവാൻ സാധിക്കില്ല, അതുപോലെ മനുഷ്യ മനസ്സിനെയും ഘടകങ്ങളാക്കുവാൻ സാധിക്കില്ല എന്ന് ആര് വിലയിരുത്തി? വില്യം ജെയിംസ് വിലയിരുത്തി. ആരുടെ അഭിപ്രായത്തെ നിരാകരിച്ചു? വില്യം വൂണ്ടിന്റെ. ക്ലിയർ ആണോ? അപ്പം ധർമ്മവാദ സിദ്ധാന്തങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രാവർത്തികമാക്കി ചോദിച്ചുകൊണ്ട് ജോൺ ഡൂയി ആണ്. ജോൺ ഡൂയി, RS വുഡ്സ്വർത്ത്, അതുപോലെ ഹ്യൂഗോ മൺസ്റ്റെംബർഗ്. ആരാണത്? ഫാദർ ഓഫ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി, വ്യാവസായിക മനഃശാസ്ത്രത്തിന്റെ പിതാവായ ഹ്യൂഗോ മൺസ്റ്റെംബർഗും ജോൺ ഡൂയിയും RS വുഡ്സ്വർത്തും വില്യം ജെയിംസും ഒക്കെ എന്താണ്? പ്രധാനപ്പെട്ട ധർമ്മവാദികളാണ്. മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. രണ്ടും വ്യത്യാസം എന്താണ്? സ്ട്രക്ചറലിസം ഘടനയ്ക്കാണെങ്കിൽ, സ്ട്രക്ചറിനാണെങ്കിൽ ഇത് ഫങ്ഷൻസ് ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഓർക്കേണ്ട കാര്യം, 4 ഘട്ടങ്ങൾ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ട്. പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം. ആദ്യം എന്ത് വേണം? ലേണിംഗ് വേണം, പഠിക്കണം. പിന്നെന്ത് വേണം? മെമ്മറൈസ് ചെയ്യണം. പിന്നെ ഇൻസ്പിറേഷൻ വേണം, അല്ലെ? പിന്നീട് എന്ത് വേണം? പ്രശ്നത്തെ അപഗ്രഥിക്കാൻ പഠിക്കുന്നു.